അതുപോലെ എസ്പെഷ്യലി നോൺ വെജ് കുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതായിട്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇത് നോൺ വെജ് ആണെന്നല്ലേ? പക്ഷെ ശരിയാണ്, ഇതൊരു ബീഫ് ഫ്രൈയെ പുറകെ നിർത്തും. ക്യാരറ്റ് പൊട്ടറ്റോ മെഴുക്കുവരട്ടിയെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. പാതി മീൻ പറഞ്ഞത് എന്ത് സൗഭാഗ്യത്താരം. ഇന്ന് ബീഫിന് വെല്ലുന്ന ഒരു പൊട്ടറ്റോ ആൻഡ് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിനായിട്ടുള്ള സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ് സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക, അല്ലെങ്കിൽ അത് കറുത്തു പോകും. പിന്നെ ക്യാരറ്റും സെയിം സൈസിൽ തന്നെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് മീഡിയം സൈസിൽ 3 എണ്ണം, ക്യാരറ്റ് 2 എണ്ണം. അതിൻ്റെ കൂടെ ഒരു 2 സവോള സ്ലൈസ് ചെയ്തത്, പിന്നെ 2 തണ്ട് കറിവേപ്പില, പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത്, കുരുമുളക് ഒരു ചെറിയ ടീസ്പൂൺ പൊടിച്ചു വെച്ചിരിക്കുന്നു, പിന്നെ മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ, മസാലപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇത്രയുമാണ് സാധനങ്ങൾ. അപ്പം നമുക്ക് പിന്നെ അതിനാവശ്യമുള്ള വെളിച്ചെണ്ണ, ഉപ്പ്, ഇതൊക്കെയാണ് സാധനങ്ങൾ. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുകയാണ്. പാൻ ചൂടായി ചെറിയ പുക വരുന്നതായിട്ടുള്ളതായ ഈ അവസരത്തിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ആവശ്യത്തിനുള്ള കടുക് പൊട്ടിക്കുകയാണ്. കടുക് നല്ലപോലെ പൊട്ടി കഴിയുമ്പോൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇടാൻ പോവാണ്. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ കൊടുക്കുന്നു. തീ അപ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിലാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഇടുന്നത് വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഫ്ലേവർ ആ എണ്ണയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കരിയാനൊന്നും നിൽക്കണ്ട. അപ്പം തന്നെ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഒരു തിൻ സ്ലൈസസായി അരിഞ്ഞതാണ്. അതൊന്ന് വഴന്ന് വരണം. ചെറുതായിട്ട് വഴന്നാൽ മതി, അങ്ങനെ ബ്രൗണും റെഡും ഒന്നും ആവേണ്ട കാര്യമില്ല. സവോള ഒന്ന് ചെറുതായി വഴന്ന് ഈ പാകമാകുമ്പോഴത്തേക്കും നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ എടുത്തിട്ട് നമ്മൾ പാത്രത്തിലേക്ക് പോർ ചെയ്യുകയാണ്. ക്യാരറ്റും അതോടൊപ്പം തന്നെ ക്യാരറ്റും പാനിലേക്ക് ഇട്ടു. അതൊന്ന് ചെറുതായിട്ട് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഒരു 2 മിനിറ്റ്സ് ഒന്ന് എണ്ണയിൽ വഴറ്റണം. ഒരു ഉദ്ദേശം ഉപ്പ് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ഈ സമയത്ത് കരിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അതിൻ്റെയും കൂടെ ഒരു പരിമളം കറിയിലേക്ക് ആവാഹിക്കുന്നതായി. കറക്റ്റ് വേർഡാണ് ഞാൻ മിസ് ചെയ്തു പോയത്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇരുമ്പിന്റെ വലിയ ചട്ടിയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഇത് ഇരുമ്പിന്റെ ചട്ടി, ഇരുമ്പിന്റെ നാടൻ ചട്ടി ഉപയോഗിക്കും. അതെ, ആ ചൂട് മുഴുവൻ ഇതിലൊക്കെ അങ്ങോട്ട് വ്യാപിപ്പിച്ച് ആവാഹിച്ച് വ്യാപിപ്പിച്ച് അവന്റെ ആത്മാവിന് ഒരു ചെറിയ ലഹരിയായി മാറും. ഈ പൊടികളും കുന്തവും അല്ല, ഉരുളക്കിഴങ്ങിന്റെയും ക്യാരറ്റിന്റെയും ഉൾമനസ്സുകളിലേക്ക് അവയിങ്ങനെ വലിച്ചെടുത്ത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് വെള്ളത്തിന്റെ ഒരു അംശം പോലും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ക്യാരറ്റിന്റെയും പൊട്ടറ്റോയുടെയും ഈർപ്പമാണ് ഇത് വേവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് വേവിക്കാം.
ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം വെളുത്തുള്ളിയൊക്കെ ഇട്ടതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ 10 മിനിറ്റ് നമ്മൾ ചെറിയ ചൂടിൽ ഇത് അടച്ചു വെച്ചിരുന്നു. അത് നമ്മൾ അപ്പം മൂടി തുറന്നിട്ട് നമ്മുടെ മസാലപ്പൊടി ഇട്ടു. അതിനോടൊപ്പം തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളകും കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് മിക്സ് ചെയ്യുകയാണ്. നിങ്ങൾ വീടുകളിൽ ഇതുപോലെ ഇരുമ്പ് ചട്ടി മേടിക്കുക. നമ്മൾ ചീനച്ചട്ടിയല്ല, ഇത് ഒരു ഇരുമ്പ് ചട്ടിയാണ്. നോൺ സ്റ്റിക്ക് ഒക്കെ മേടിക്കുന്നതിന് നല്ലതാണ്. ഈ ഇതുപോലെ എസ്പെഷ്യലി നോൺ വെജ് കുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതായിട്ട്. അതല്ല, ഈ ഹീറ്റ് പ്രിസർവ് ചെയ്യാൻ ഏറ്റവും നല്ല സാധനം. പക്ഷെ ശരിയാണ്, ഇതൊരു ബീഫ് ഫ്രൈയെ പുറകെ നിർത്തും. അത്രയ്ക്കും അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു പൊട്ടറ്റോ ആൻഡ് ക്യാരറ്റ് ഫ്രൈ ആണ്. ഈ സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. മതി 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 മതി. ഈ ക്യാരറ്റ് പൊട്ടറ്റോ മെഴുക്കുവരട്ടിയെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. പാതി മീൻ മറിഞ്ഞത് എന്ത് സൗഭാഗ്യ താരമീൻ. നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ചു നേരം കൂടെ വേവിക്കാം. ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിരിക്കാണ്. നമുക്ക് പ്ലേറ്റിലോട്ടൊന്ന് എടുക്കാം.